എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം ആരംഭിക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയമുണ്ടാകും. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് ഇപ്പോൾ വളരെ എളുപ്പവും ലളിതവുമാണ്. അഡീഷണൽ ഡോക്യുമെന്റേഷൻ ഇല്ലാതെ തന്നെ എത്ര ഫണ്ടുകളിൽ വേണമെങ്കിലും നിക്ഷേപിക്കാൻ കഴിയും. ആദ്യമായി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത് ഒറ്റത്തവണ പ്രക്രിയയാണ്. KYC വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങൾക്കൊരു ഡിസ്ട്രിബ്യൂട്ടറെയോ നിക്ഷേപ ഉപദേശകനെയോ സമീപിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഈ KYC പൂർത്തിയാക്കാൻ കഴിയും. മ്യൂച്വൽ ഫണ്ടുകളുടെ ലോകത്തേക്കുള്ള താക്കോൽ പോലെയാണ് KYC എന്ന് പറയുന്നത്. നിങ്ങളുടെ KYC പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഓരോ നിക്ഷേപത്തിനും കൂടുതൽ പരിശോധന നടത്താതെ തന്നെ നിങ്ങൾക്ക് ഏതിൽ ഫണ്ടിലും നിക്ഷേപിക്കങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. KYC വെരിഫിക്കേഷന് ശേഷം നിങ്ങൾ നിക്ഷേപം നടത്താൻ തയ്യാറായി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെയോ രജിസ്ട്രേഡ് നിക്ഷേപ ഉപദേശകൻ, സ്റ്റോക്ക് ബ്രോക്കർ, ബാങ്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക ഇടനിലക്കാർ എന്നിവരുടെ സഹായത്തോടെ തന്നെ നിങ്ങൾക്ക് നിക്ഷേപം നടത്താൻ സാധിക്കും. പക്ഷെ നിങ്ങൾ സ്വയം നിക്ഷേപിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രസ്തുത ഫണ്ട് ഹൗസിന്റെ ഏറ്റവും അരികിലുള്ള ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഓൺലൈനിലൂടെയാണ് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് നിക്ഷേപം ആരംഭിക്കാം. അതായത് KYC നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നേരിട്ടാണോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണോ നിക്ഷേപിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിക്ഷേപങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഫണ്ടിന്റെ വെബ്സൈറ്റ് വഴിയോ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ നിക്ഷേപം ആരംഭിക്കാം. എന്നാൽ നിങ്ങൾ നിക്ഷേപത്തിൽ ഉപദേശമോ സഹായമോ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെയോ നിക്ഷേപ ഉപദേശകനെയോ ബാങ്ക് എന്നിങ്ങനെയുള്ള ഇടനിലക്കാരെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിക്ഷേപം നടത്താവുന്നതാണ്.